നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന്റെ മൊബൈലില് ആരോ 5000 രൂപ ഇട്ടിട്ടുണ്ടെന്ന മെസ്സേജ്. ആരാ 5000 രൂപ ഇട്ടിരിക്കുന്നേ? അത് പിന്നെ ഒരു സുഹൃത്ത് എന്നോട് 5000 രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അയാളിട്ട കാശായിരിക്കും ഇത്. ജഗന് പെട്ടെന്നൊരു മനംമാറ്റവും ചുറ്റിക്കളിയും. കല്യാണ മണ്ഡപത്തില് അവന്റെ താല്പര്യം ഉത്സാഹം ഒക്കെ ഞാൻ കണ്ടതാ. ഇപ്പോ വീട്ടിലേക്ക് കയറി വന്ന് എല്ലാവരോടും കര കവിഞ്ഞൊഴുകുന്ന സ്നേഹവും അടുപ്പമൊക്കെ. അല്ല, വല്ല അടിയൊഴുക്കും ഉണ്ടോന്ന് എനിക്കൊരു സംശയം. ചില അടിയൊഴുക്കുകളെ പറ്റിയൊക്കെ എനിക്കും സംശയമില്ലാതില്ല. എന്തായാലും ജഗൻ നല്ല മനസ്സുള്ളൊരു പയ്യനാ. ഈ അടുപ്പം മനോജിന് വളരെ ഗുണം ചെയ്യും. ജഗൻ വിചാരിച്ച മനോജിനൊരു ബിസിനസ് തുടങ്ങാനുള്ള പണമൊക്കെ കുറുപ്പ് സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ കഴിയും. കുറുപ്പേ അങ്ങനെയൊന്നും പ്രസാദിക്കുന്ന ദൈവമല്ലടി. അയാള് ഹരിതയുടെ അവകാശമൊന്നും ഉടനെ കൊടുക്കാനും പോകുന്നില്ലടി. അങ്ങനെ എന്നെ ഓവർടേക്ക് ചെയ്യാനേ മനോജിന് അടുത്ത കാലത്തൊന്നും കഴിയില്ല. ദേ മനുഷ്യ, സ്വന്തം അനുജനോട് ഇത്രയ്ക്ക് അസൂയ പാടില്ല കേട്ടോ. സുത്രേ, കുറച്ച് പുട്ടുകൂടി തിന്നട്ടെ. കുറച്ച് പുട്ടുകൂടി കഴിക്കേണ്ടതേ ഇവിടെ വെച്ചല്ല, ഡൈനിങ് ടേബിളിൽ ഇരുന്ന്, അതും അവരോടൊപ്പം. കഴിച്ചോ? അല്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. ഇവിടെ സീറ്റ് കുറവാണല്ലോ മോനെ. അതാണോ പ്രശ്നം? പരിഹരിക്കാം. ബാക്കിയുള്ളവരെ കൂടെ വിളിക്കേ. അയ്യോ മോനെ, വിനോട്ടാ, ഞാനും മുത്തശ്ശിയും ഒരു പാർട്ടിയാ. ഞങ്ങളെ ഭയങ്കര ഫ്രണ്ട്സാ. ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. ഏട്ടനും എന്റെ ഫ്രണ്ടാ. അത് ശരിയല്ല മോനെ. മോൻ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കേ. അവിടെ വന്ദന വന്നിരിക്കട്ടെ, ഞാനിവിടെ ഇരുന്നോളാം. വന്ദനേ, മോനെ വന്ദനേ. കഴിച്ചോ? വന്ദന എത്തിയല്ലോ. വന്ദന ഇരിക്കേ. അമ്മേ, കുറച്ച് പുട്ടെടുത്ത് വന്ദനയ്ക്ക് കൊടുക്ക്. അച്ഛമ്മയുടെ കൈപ്പുണ്യം എങ്ങനെ ഉണ്ടെന്ന് അറിയട്ടെ. വന്ദനേച്ചി, എന്റെ അച്ഛമ്മയുടെ കൈപ്പുണ്യം വന്ദനേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. ഒരു തവണ കഴിച്ചാ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. എനിക്ക് വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അല്ല, എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി എന്റെ അച്ഛമ്മ സ്പെഷ്യലായിട്ട് തന്നയച്ച ആഹാരമാ. ആരെങ്കിലും നിരസിച്ചെന്നറിഞ്ഞാ പാവ അച്ഛമ്മയ്ക്ക് വലിയ സങ്കടാവും. വന്ദനേച്ചി പ്ലീസ്, റിക്വസ്റ്റാ. ഈ പുട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അച്ഛമ്മയുടെ കൈപ്പുണ്യം അറിയാലോ. മോളെ, ഇവിടെ ഇരുന്ന് കഴിക്ക്. ഒന്ന് പറയുന്നതനുസരിക്ക്. അമ്മേ, ഹരിതയുടെ അച്ഛമ്മ കൊടുത്തുവിട്ടത് ഹരിതയ്ക്കും പിന്നെ ഇവിടെ ഉള്ളവർക്കും കൂടി ചേർത്താ. ചില പിശുക്കന്മാർ, അതായത് 1 രൂപ പോലും പോക്കറ്റിൽ നിന്ന് എടുക്കാത്തവര്. ഓസിന് തട്ടിവിടുന്ന കാണുമ്പോ നല്ല രസമാ. വിയർപ്പൊഴുക്കാതെ അധ്വാനിക്കാതെ വെറുതെ കുത്തിയിരുന്ന് പുട്ടടിക്കുന്നവർക്കും ഉളുപ്പില്ലാതെ വെട്ടിവിഴുകുന്നവർക്കും ഇത് ബാധകമാണ്.
ഭാര്യ വീട്ടിലെ ആഹാരം മരുമോൻ കഴിക്കുന്നോണ്ട് ഒരു കുഴപ്പവുമില്ല. അച്ചി വീട്ടിലെ ഇരന്ന് കഴിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. മോൻ ഇതൊന്നും കാര്യാക്കണ്ട. രണ്ടുപേരും ഭയങ്കര തമാശക്കാരാ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കും. മോൻ കഴിക്കേ. അയ്യോ, ദേമോൾക്ക് നല്ല വിശപ്പുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് മുറിയിലിരുന്ന് കഴിച്ചോളാം. എന്നാ മോള് നിക്കേ. കഴിക്കേ. ഇതെന്തായാലും പൊളിച്ചു. സാരമില്ല, ഒന്നിച്ചിരുന്ന് സദ്യ ഉണ്ണാനാവും യോഗം. നീ 24 മണിക്കൂറും ഈ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുകയാണോ? ഒന്നും പഠിക്കാനില്ലേ നിനക്ക്? എടാ പൊട്ട, നിന്നോടാ ചോദിച്ചേ, പഠിക്കാനൊന്നുമില്ലെന്ന്. എല്ലാം പഠിച്ചിട്ടുണ്ട് അച്ഛാ. ഇനി കുറച്ചു നേരം കളിച്ചോട്ടെ. അതേ, ഞാനേ കുറെ പണം ഉണ്ടാക്കി വച്ചിരിക്കുന്നതേ നിന്റെ കണ്ണി പെട്ടിട്ടുണ്ട്. അതിന്റെ അഹങ്കാരം നിനക്ക്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണമെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ധാരണയുണ്ട് നിനക്ക്. അങ്ങനെയൊന്നുമില്ല അച്ഛാ, പണമില്ലേ. വല്ല കള്ളന്മാരും വന്ന് തട്ടിക്കൊണ്ടു പോകുന്ന ആർക്കറിയാം. നിർത്തറ, കരുനാക്കെടുത്ത് വളച്ചേക്കരുത് നീയ്. ഞാൻ എന്റെ അച്ഛനമ്മമാരോട് കാണിക്കുന്ന ആത്മാർത്ഥത പോലും നിനക്കെന്നോടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കാശ് പോലും നിനക്ക് വേണ്ടി ഞാൻ ചെലവാക്കില്ല. നിനക്ക് രക്ഷപ്പെടണമെങ്കിലേ നീ തന്നെ പഠിച്ച് ജീവിക്കാനുള്ള പണം ഉണ്ടാക്ക്. അല്ലാതെ ഈ അച്ഛനെ നോക്കിയിട്ടേ ഒരു കാര്യമില്ല. മനസ്സിലാടാ? ആരോട് പറയാനാണ്? അച്ഛന്റെ മൊബൈലില് ആരോ 5000 രൂപ ഇട്ടിട്ടുണ്ടെന്ന മെസ്സേജ്. ആരാ അച്ഛ 5000 രൂപ ഇട്ടിരിക്കുന്നേ? അത് പിന്നെ ഒരു സുഹൃത്ത് എന്നോട് 5000 രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അയാളിട്ട കാശായിരിക്കും ഇത്. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? പോയേ, നീ താടാ, പോടാ. ആരാ എനിക്കിപ്പോ ഇത്രയും വലിയ സംഖ്യയിടാൻ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.